ഹേ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മരണം എന്ന് പറയുന്നത് നമ്മയൊക്കെ സംബന്ധിച്ച് വളരെയധികം ഭയം ഉളവാക്കുന്ന ഒരു വാക്കാണ് അല്ലേ. ഇതിനാൽ തന്നെ മരണം എന്ന വാക്ക് കേൾക്കാനായിട്ട് ആരും തന്നെ ഇഷ്ടപ്പെടാറില്ല. ഇതിനാൽ തന്നെ ഇതിനെ ഒരു തമാശയായിട്ട് പോലും നമ്മൾ കാണാറില്ല. എന്നാൽ ചില ആളുകൾ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് മരണത്തെ മനഃപൂർവ്വം വിളിച്ചു വരുത്താറുണ്ട്. അത്തരത്തിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ചിരി വന്നു പോകുന്ന രീതിയിലുള്ള ചില രസകരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള മരണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു ഫ്രൈഡേ എപ്പിസോഡിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ഫ്രൈഡേ. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് ദി റോക്കറ്റ് ചെയർമാൻ. ഒരിക്കൽ ഒരു മനുഷ്യൻ തൻ്റെ ഓഫീസ് റൂമിലെ ചെയറിന് പിറകുവശത്തായിട്ട് റോക്കറ്റ് ലോഞ്ചറുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. പറക്കണമെന്ന തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് താൻ ഓഫീസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് പതിയെ പറന്നു പൊങ്ങുന്ന ഒരു ചെയർ വേണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് തൻ്റെ കസേരയ്ക്ക് പിറകുവശത്തായിട്ട് റോക്കറ്റ് ലോഞ്ചറുകൾ അദ്ദേഹം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ റോക്കറ്റ് ലോഞ്ചറുകൾ ആക്റ്റീവ് ചെയ്തതിന് പിന്നാലെ തന്നെയും വഹിച്ചുകൊണ്ട് തൻ്റെ ഓഫീസ് റൂമിൻ്റെ റൂഫ് വരെ തകർത്തുകൊണ്ട് കസേര ആകാശത്തേക്ക് കുതിച്ചുയരുകയാണ്. ഏകദേശം 3 കിലോമീറ്റർ അകലെ നിന്നാണ് പോലീസിന് കസേരയുടെ അവശിഷ്ടങ്ങളും അദ്ദേഹത്തിൻ്റെ മൃതദേഹവും ഒക്കെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞത്. ഇതുകൊണ്ടാണ് പറയുന്നത് കൗതുകം എന്നത് ഒട്ടും നല്ല കാര്യമല്ല എന്നത്. നമ്പർ 2, ദി ലാഫിംഗ് കിങ്. നമ്മൾ ചില തമാശകളൊക്കെ കേൾക്കുമ്പോൾ മറന്ന് ചിരിക്കാറുണ്ടല്ലേ. ചിരിച്ച് മരിക്കാറായി എന്ന് നമ്മൾ തമാശ രൂപേണയാണെങ്കിലും പറയാറുണ്ട്. എന്നാൽ ഏൻഷ്യൻ്റ് ഗ്രീസ് കാലഘട്ടത്തിൽ ഒരു രാജാവ് ഒരു തമാശ കേട്ടതിനെ തുടർന്ന് ചിരിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. എന്നാൽ ഈ ഒരു ചിരി എന്ന് പറയുന്നത് ഏകദേശം 3 മണിക്കൂറോളം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്ന ഒരു ചിരിയായിരുന്നു. 3 മണിക്കൂറിന് ശേഷം ഈ ഒരു ചിരി പൂർണ്ണമായിട്ട് എന്നേക്കുമായിട്ട് നിലച്ചു. 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചിരിച്ചത് മൂലം അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായിട്ട് എന്തോ ഒരു തകരാറ് സംഭവിക്കുകയും ആള് സ്പോട്ടിൽ വടിയാവുകയും ചെയ്തു. ഇപ്പോഴാണ് ചിരിച്ച് മരിച്ചു എന്ന വാക്കിന് ഒരർത്ഥം ഉണ്ടാകുന്നത് അല്ലേ. നമ്പർ 3, ദി ഹെൽമെറ്റ് മാൻ. ഒരിക്കൽ ഒരു മോഷ്ടാവ് രാത്രിയിൽ തേങ്ങ മോഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് തെങ്ങിന് മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ്. എന്നാൽ തലയിൽ തേങ്ങ വീഴാതിരിക്കാനായിട്ട് ബുദ്ധിപൂർവ്വം അവൻ തലയിൽ ഒരു ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അടുത്ത നിമിഷം കാൽ വഴുതി അവൻ നേരെ തെങ്ങിന് താഴെ ഉണ്ടായിരുന്ന കിണറിനുള്ളിലേക്ക് തല കുത്തി വീഴുകയാണ്. തൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന അപകടത്തെ വരെ തടുക്കാനായിട്ട് അവൻ ഒരുങ്ങി നിന്നു. എന്നാൽ തൻ്റെ കാൽച്ചുവട്ടിൽ ഉണ്ടായിരുന്ന അപകടം മാത്രം പാപം ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഹെൽമറ്റ് ധരിച്ചത് മൂലം അവൻ പരലോകത്തേക്ക് യാത്രയായി. എന്ത് ചെയ്യാനല്ലേ പാവത്തിൻ്റെ ഒരു കഷ്ടകാലം. നമ്പർ 4, ദി പുവർ ഫിഷർമാൻ. ഒരിക്കൽ ഒരു ഫിഷർമാൻ ഒരു വലിയ മീനിനെ കറി വയ്ക്കുന്നതിനായിട്ട് പിടിക്കുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ആ ഒരു മീനിനെ ചൂണ്ടയിൽ നിന്ന് കൊട്ടയിലേക്ക് മാറ്റുന്നതിനിടയിൽ തൻ്റെ കയ്യിൽ നിന്ന് വഴുതി ആ ഒരു മീൻ തൻ്റെ വായ്ക്കുള്ളിലേക്ക് ചാടുകയാണ്. പുറത്തെടുക്കാൻ കഴിയുന്നതിന് മുൻപേ ആ ഒരു മീൻ തൻ്റെ തൊണ്ടയ്ക്കുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു ഫിഷർമാൻ ഓൺ ദ സ്പോട്ടിൽ വടിയാവുകയാണ്. അങ്ങനെ ഫിഷ് കറി കഴിക്കണമെന്ന് തീരുമാനിച്ചിരുന്ന ഫിഷർമാനെ ഫിഷ് തന്നെ അവസാനം കറിയാക്കി മാറ്റി. നമ്പർ 5, ദി ടൈഗർ മാൻ. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നതിനോടനുബന്ധിച്ച് ഒരു മനുഷ്യൻ ഒരു ടൈഗർ കോസ്റ്റ്യൂം ധരിക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ വെറുതെ ഇരുന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഗ്രാമത്തിലുള്ള ആളുകളെയൊക്കെ ഒന്ന് പേടിപ്പിക്കാമെന്ന് കരുതി ടൈഗർ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ആശാൻ ഗ്രാമത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഗ്രാമവാസികളിൽ പല ആളുകളെയും അദ്ദേഹം കാടിനുള്ളിലിരുന്ന് പേടിപ്പിച്ചു. പക്ഷെ അവസാനം കളി കാര്യമായി. ഗ്രാമവാസികളിൽ ഒരാൾ അത് യഥാർത്ഥ പുലിയാണ് എന്ന് കരുതി അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയാണ്. ആള് സ്പോട്ടിൽ തന്നെ വടിയായി. എന്തൊക്കെയായാലും അവരെ 3G ആക്കണമെന്ന് വിചാരിച്ചു പോയ അയാൾ തന്നെ ലാസ്റ്റ് 3G ആയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിയലിസ്റ്റിക് പെർഫോമൻസിന് ഒരു കയ്യടി കൊടുക്കേണ്ടിയിരിക്കുന്നു അല്ലേ. സോ ഇന്നത്തെ ഒരു ഫ്രൈഡേ എപ്പിസോഡ് നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഈ ഒരു സീരീസ് നമ്മൾ പാർട്സ് ബൈ പാർട്സ് ആയിട്ട് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. സോ അടുത്ത വെള്ളിയാഴ്ചത്തെ ഫ്രൈഡേ എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി ഫണ്ണി കണ്ടന്റുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. സോ until then, it's me Jaswin from Secret Book signing off.